ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേസ്റ്റ് വാട്ടറിനെ കുറിച്ചിട്ടാണ്. വേസ്റ്റ് വാട്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ തന്നെ വേസ്റ്റ് വാട്ടർ എന്തൊക്കെ എഫക്ട്സ് ആണ് അക്വാട്ടിക് ആനിമൽസിൽ ഉണ്ടാക്കുന്നത്, ദെൻ ഈ വേസ്റ്റ് വാട്ടറിനെ നമുക്ക് എങ്ങനെ ഫിസിക്കലി ട്രീറ്റ് ചെയ്തിട്ട് ഫ്രഷ് വാട്ടറാക്കി മാറ്റാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലൊന്നാമത്തെ കാര്യമാണ് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേസ്റ്റ് വാട്ടറാണ് നോക്കുന്നത്. സോ നമുക്ക് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും, കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ടാവും. അതിൻ്റെ ഫിസിക്കലിൽ ഫസ്റ്റ് വരുന്നതാണ് ടെമ്പറേച്ചർ ഓഫ് സീവേജ് ഡിപ്പെൻസ് അപ്പോൺ സീസൺ ആൻഡ് however the temperature is slightly higher than that of the ground water. നമ്മുടെ സീവേജിൻ്റെ ടെമ്പറേച്ചർ എപ്പോഴും നമ്മുടെ ഗ്രൗണ്ട് വാട്ടറിൻ്റെ ടെമ്പറേച്ചറിനേക്കാളും ഹയർ ആയിരിക്കും. ഒരു 30°C റേഞ്ചിലൊക്കെയാണ് നമ്മുടെ സീവേജിൻ്റെ ടെമ്പറേച്ചർ വരുന്നുണ്ടാവുക. ദെൻ ഇത് സീസണലി വാരി ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ടെമ്പറേച്ചർ കൂടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കുറേ ബാക്ടീരിയാസ് ഉണ്ടായിരിക്കും. അവരെന്ത് ചെയ്യുന്നുണ്ട്, ഓർഗാനിക് മാറ്റേഴ്സിനെ ഡീകമ്പോസ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് വേസ്റ്റ് വാട്ടറിൽ മൊത്തം ഓർഗാനിക് മാറ്റേഴ്സ് ആയിരിക്കും. ഈ ഓർഗാനിക് മാറ്ററിനെ ഇവർ ഡീകമ്പോസ് ചെയ്യുന്നുണ്ടാവും, ബാക്ടീരിയാസ്. സോ ഇതുവഴി ഹീറ്റ് പുറത്തു വിടുന്നുണ്ടായിരിക്കും. അങ്ങനെയാണ് നമ്മുടെ ഈ റിയാക്ഷനൊക്കെ നടക്കുന്നത് കാരണമാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ സ്ലൈറ്റ്ലി കൂടാൻ കാരണം. ദെൻ അടുത്ത കളറാണ്. ആൻഡ് കളർ ഓഫ് സീവേജ് ഇൻഡിക്കേറ്റ് ഇറ്റ് സ്ട്രെങ്ത് ആൻഡ് ഏജ്. അപ്പം സീവേജ് എന്ന് പറഞ്ഞ ടേം നമ്മൾ വേസ്റ്റ് വാട്ടറിന് യൂസ് ചെയ്യുന്ന ടേമാണ്. ദെൻ കളർ ഓഫ് സീവേജ് എന്ന് പറയുന്നത് അതിൻ്റെ സ്ട്രെങ്ത് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സാധാരണ നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള വേസ്റ്റ് വാട്ടറിൻ്റെ കളറ് ഗ്രേ കളറായിരിക്കും. ഈ ഗ്രേ കളറ് നമ്മൾ ഒരു 2 ദിവസം വെച്ച് കഴിഞ്ഞാൽ അതൊരു ഡാർക്ക് കളറായിരിക്കും. ഈ ഡാർക്ക് കളറിന് ആയിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഇതിൻ്റെ, അതായത് നമുക്ക് കളർ ഓഫ് സീവേജ് ഇൻഡിക്കേറ്റ് സ്ട്രെങ്ത് ആൻഡ് ഏജും നമുക്ക് കാണിച്ചു തരും. അത് എത്രത്തോളം ഗ്രേ കളർ കൂടുതലാണോ അപ്പോൾ നമുക്ക് മനസ്സിലാകാം അത് എത്രത്തോളം വേസ്റ്റ് മിക്സ് ചെയ്തിട്ടുള്ള വേസ്റ്റ് വാട്ടർ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ സീവേജ് 1-2 ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ബാക്ടീരിയൽസിൻ്റെ ഡീകമ്പോസിഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ കളറ് ഡാർക്ക് കളറായി മാറുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഏജും മനസ്സിലാക്കാം. 2-3 ദിവസം ഇരുന്നതാണോ അതൊക്കെ നമുക്ക് കളറ് നോക്കിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ദെൻ അടുത്ത ഓർഡറാണ്. നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള വേസ്റ്റ് വാട്ടറിന് കാര്യമായിട്ട് ഓർഡർലെസ് ആയിരിക്കും ഇത്. പക്ഷേ സെപ്റ്റിക് ഓർ സ്റ്റെയിൽ സീവേജ് ഉണ്ട്. അതായത് 1-2 ദിവസം ഇരുന്നിട്ടുള്ള സീവേജ് അതിന് ഓർഡർ ഉണ്ടായിരിക്കും. H2S ഫോം ചെയ്യും. അവിടെ ഹൈഡ്രജൻ സൾഫൈഡ് ഫോം ചെയ്യുന്നത് കാരണം എങ്ങനെയാണ് ഇത് ഫോം ചെയ്യുന്നത്? അനേറോബിക് ഡീകമ്പോസിഷൻ വഴിയാണ് ഹൈഡ്രജൻ സൾഫൈഡ് ഫോം ചെയ്യുന്നത്. ഇത് കാരണം അവിടെ ഓർഡർ ഉണ്ടായിരിക്കും. അനേറോബിക് കണ്ടീഷൻ, എയറോബിക് കണ്ടീഷൻ, അത് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത മൊഡ്യൂളിൽ പഠിക്കാനുണ്ട്. അതായത് അനേറോബിക് പറഞ്ഞാൽ എയറിൻ്റെ പ്രസൻസ് ഇല്ലാതെ ഡീകമ്പോസിഷൻ നടന്നിട്ട്, ദെൻ എയറോബിക് എന്ന് പറഞ്ഞാൽ എയറിൻ്റെ പ്രസൻസിൽ ഡീകമ്പോസിഷൻ നടന്നിട്ട്. ദെൻ അടുത്തത് ടെർബിഡിറ്റിയാണ്. ടെർബിഡിറ്റി എന്ന് പറഞ്ഞാൽ ആ വേസ്റ്റ് വാട്ടറിൽ എത്രത്തോളം അതിനെ ലൈറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയാതെ ഇരിക്കും. അതായത് സീവേജസ് ഹൈലി ടർബിഡ്. നമ്മുടെ വേസ്റ്റ് വാട്ടർ എന്ന് പറയുന്നത് ടർബിഡാണ്. കാരണം അതിലെല്ലാ പാർട്ടിക്കിളും ഡിസോൾവ് ചെയ്ത് കിടക്കുന്നുണ്ടായിരിക്കും. ടെർബിഡിറ്റി ഓഫ് സീവേജസ് ഡ്യൂ ടു ഡിസോൾവ്ഡ് സബ്സ്റ്റൻസസ്, കൊളോയിഡൽ മാറ്റേഴ്സ് ആൻഡ് സസ്പെൻഡഡ് സോയിൽസ് ആൻഡ് മൈക്രോബിയൽ സെൽസ്. ആ ടർബിഡിറ്റിക്ക് കാരണം കൊളോയിഡൽ ആവാം, അല്ലെങ്കിൽ അതിൽ ഉള്ള മൈക്രോബ്സ് ആകാം, അതുവരെ സസ്പെൻഡഡ് ആയിട്ടുള്ള അതുപോലെ ഡിസോൾവ്ഡ് ആയിട്ടുള്ള സോളിഡ്സ് ആകാം. അതൊക്കെയാണ് ടർബിഡിറ്റിക്ക് കാരണമായി വരുന്നത്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സീവേജ് ആണ്. കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സീവേജിൻ്റെ അകത്ത് വരുന്നത് organic matter ആണ്. Then in general sewage contain large amount of organic matters. However, amount of organic matter depends upon the types and condition of sewage. An organic matter as a sewage may be found in the form of dissolved substances, colloidal matter and suspended or sedimented form. Organic matter എന്ന് പറഞ്ഞാൽ ഡിസോൾവ്ഡ് ആയി കിടക്കുന്ന സബ്സ്റ്റൻസ് ഒക്കെയാണ്. ദെൻ അടുത്ത് ക്ലോറൈഡാണ്. ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീയിങ്സ് ഡിസ്ചാർജ് ലാർജ് എമൗണ്ട് ഓഫ് ക്ലോറൈഡ്
in the form of sodium chloride, especially through urine and sweat. And so domestic sewage from toilet and bathroom contain higher level of chloride. അതായത് ഇതിൻ്റെ അകത്ത് ക്ലോറൈഡ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ സൾഫൈറ്റ് ഉണ്ടായിരിക്കും. ദെൻ ഇനി വരുന്നതാണ് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, ദെൻ ഡിസോൾവ്ഡ് ഓക്സിജൻ ആൻഡ് pH, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് കെമിക്കൽ വരുന്നതാണ്. നൈട്രജൻ, ഓക്സിഡേഷൻ റിഡക്ഷൻ പൊട്ടൻഷ്യൽസ്, അതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. സോ ഇതിൻ്റെയൊക്കെ എന്താണ് കണ്ടൻറ്റ്, ഇത് ഞാൻ നേരത്തെ ഡീറ്റെയിൽഡ് ആയിട്ട് കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ എന്താണ് BOD, എന്താണ് COD, അതൊക്കെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. ദെൻ pH എന്ന് പറയുന്നത് എന്താണ്, ആൽക്കലൈനിറ്റിയാണ്, ആൽക്കലൈനാണ്, അസിഡിക് അല്ല നമ്മുടെ വേസ്റ്റ് വാട്ടർ എപ്പോഴും. ദെൻ നൈട്രജൻ്റെ എമൗണ്ട് ആൻഡ് അതുപോലെ ഓക്സിഡേഷൻ റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ദെൻ അടുത്ത് വരുന്നതാണ് ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അറിയാം നമുക്ക് ബാക്ടീരിയ, ഫംഗസ് പോലെയുള്ള സംഭവങ്ങളാണ് ഉണ്ടാകുന്നത്. ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ 2 type of bacteria found in sewage, intestinal bacteria, then real sewage bacteria. അതിൻ്റെയൊക്കെ എക്സാമ്പിളാണ് ഈ കൊടുത്തിട്ടുള്ളത്. ആൻഡ് അതുപോലെ ആൽഗേസ് ഉണ്ടായിരിക്കും. ആൽഗേസ് എന്താണ് ഫൗണ്ട് ഇൻ സീവേജ് ഇൻക്ലൂഡ് ക്ലോറല്ല, ഫോർമിഡം ആൻഡ് അങ്ങനെയുള്ള കുറേ ആൽഗേസ് ആണുള്ളത്. ആൻഡ് ആൽഗേസ് ആർ യൂസ്ഡ് ഇൻ ട്രിക്ലിംഗ് ഫിൽറ്റർ ഇൻ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്. ദെൻ അതുപോലെ തന്നെ ഫംഗസ് ഉണ്ടാവാം, വൈറസ് ഉണ്ടാവാം, പ്രോട്ടോസോ ഉണ്ടാവാം, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും നമ്മുടെ എന്താണ് വേസ്റ്റ് ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നതാണ്. ദെൻ എന്തൊക്കെ എഫക്ട്സ് ആണ് നമ്മുടെ അക്വാട്ടിക് ഹ്യൂമൻ ബീങ്സിൽ അതുപോലെ തന്നെ അക്വാട്ടിക് ലൈഫിലൊക്കെ ഉണ്ടാക്കുന്നതെന്നാണ് നോക്കുന്നത്. എഫക്റ്റ് ഓൺ മാൻ, എന്താ ഡിസീസ് ഉണ്ടാക്കാൻ കാരണമാവുന്നുണ്ട്, അതുപോലെ തന്നെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എന്തൊക്കെ ഡിസീസാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഡയറിയ, ഹെപ്പറ്റൈറ്റിസ്, അങ്ങനെയുള്ള ജോണ്ടിസ്, അതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് അറിയുന്നതാണ് എഫക്റ്റ് ഓൺ മാൻ. ദെൻ നമ്മുടെ അക്വാട്ടിക് ലൈഫിൽ എന്തായിരിക്കും നമുക്ക് അറിയാം. നമ്മളിപ്പം അക്വാട്ടിക് കൂടുതൽ വേസ്റ്റ് ഇതിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ബാക്ടീരിയാസ് ഉണ്ടാവും. ബാക്ടീരിയാസ് ജീവിക്കുന്നത് നമ്മുടെ വാട്ടറിലെ ഓക്സിജനെ കൺസ്യൂം ചെയ്തിട്ടായിരിക്കും. അത് കാരണം എന്താണ് അക്വാട്ടിക് ആനിമൽസിന് ഓക്സിജൻ ഇല്ലാതെ വരും. അതുപോലെ തന്നെ യൂട്രോഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോസസ്സ് ഉണ്ട്. യൂട്രോഫിക്കേഷൻ എന്താണ്, ദി കെമിക്കൽസ് അവൈലബിൾ ഇൻ വാട്ടർ ബോഡി പ്രൊമോട്ട് ദ ഗ്രോത്ത് ഓഫ് ആൽഗെ ആൻഡ് ദിസ് ആൽഗേസ് ആർ ഫോമിങ് എ thick layer over the pond and lake, and the bacteria present in the water tend to feed the algae and causing the amount of oxygen in the water to decrease and thus impacting the aquatic life of the entire water body. അതായത് ഇത് ടോപ്പിൽ ഒരു തിക്ക് ലെയറായിട്ട് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുവഴി നമ്മുടെ വാട്ടർ ബോഡിയും അറ്റ്മോസ്ഫിയറും തമ്മിലുള്ള കോണ്ടാക്റ്റ് പോവുകയാണ് ചെയ്യുന്നത്. സോ എന്താണ് ഉണ്ടാകുന്നത്, നമ്മുടെ അക്വാട്ടിക് ആനിമൽസിന് ഓക്സിജൻ ഇല്ലാതെ വരും, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ വേസ്റ്റ് വാട്ടറിൽ ഉണ്ടാകുന്ന ടോക്സിൻസൊക്കെ ഇവർ കൺസ്യൂം ചെയ്യുകയും അതിൻ്റെ ലാർജ് എമൗണ്ട് ഇവരുടെ കുറേ അക്വാട്ടിക് സ്പീഷീസ് തന്നെ ഇല്ലാതായി പോകാനൊക്കെ ഇത് ചാൻസ് വരും ഈ വേസ്റ്റ് വാട്ടർ കാരണം. ദെൻ ഫുഡ് ചെയിനിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഒരു പർട്ടിക്കുലർ ജീവി മരിച്ചു കഴിഞ്ഞാൽ അതേപോലെ തന്നെ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന സ്പീഷീസിനെ അത് എഫക്റ്റ് ചെയ്യും. സോ ഇനി നമ്മൾ ആ ടോപ്പിക് കഴിഞ്ഞു. ഇനി അടുത്ത ഫിസിക്കൽ യൂണിറ്റ് ഓപ്പറേഷൻ ഇൻ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻ്റ് ആണ്. എന്താണ് ഫിസിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, വാട്ടർ ട്രീറ്റ്മെൻറ്റ് ഇസ് എനി ഓപ്പറേഷൻ ഓർ പ്രോസസ് ഓർ combination of operation and process that can reduce the objectionable properties of waste water and render it less dangerous. അതായത് നമ്മളെന്താണ് ആദ്യമായിട്ട് നമ്മളെന്താണ് ഫിസിക്കലി ഇതിനെ ട്രീറ്റ് ചെയ്യാണ്. അത് എങ്ങനെയൊക്കെയാണ് ശരിക്കും നമ്മളൊരു വേസ്റ്റ് വാട്ടറിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ ഫിസിക്കൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും, കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ടാവും, ബയോളജിക്കൽ പ്രോസസ്സ് വഴി, 3 പ്രോസസ്സ് വഴിയും കടന്നു വിടണം.
അതിൽ ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ്. ഫിസിക്കൽ ട്രീറ്റ്മെൻറ്റിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ വലിയ പാർട്ടിക്കിൾസിനെയൊക്കെ റിമൂവ് ചെയ്യുക. അതായത് ഫിസിക്കൽ ട്രീറ്റ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് വേസ്റ്റ് വാട്ടറിലുള്ള ബാക്ടീരിയാസിനെ ഒന്നും റിമൂവ് ചെയ്ത് കളയാൻ പറ്റില്ല. അപ്പോൾ ഫിസിക്കൽ ട്രീറ്റ്മെൻറ്റ് വഴി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ഫിസിക്കൽ ഓപ്പറേഷനിലെ ഓപ്പറേഷൻസ് വരുന്നത്. സ്ക്രീനിങ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഫ്ലോ ഇക്വലൈസേഷൻ, മിക്സിംഗ്, ഫ്ലോക്കുലേഷൻ, സെഡിമെൻറ്റേഷൻ, ഫ്ലോട്ടേഷൻ, ഫിൽട്രേഷൻ, മൈക്രോ സ്ക്രീനിങ്. സോ ഇതിൽ സ്ക്രീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ കയ്യിൽ കുറേ വേസ്റ്റ് വാട്ടർ ഉണ്ട്. ഈ വേസ്റ്റ് വാട്ടറിനെ ഇതിൽ കോഴ്സായിട്ടുള്ള വലിയ വലിയ പാർട്ടിക്കിൾസിനെ, സോളിഡ് പാർട്ടിക്കിൾസിനെ നമുക്ക് റിമൂവ് ചെയ്യണം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്ക്രീന് വെക്കും. സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ഒരു നെറ്റ് പോലെയൊക്കെയുള്ള ഒരു സ്ക്രീന് വെക്കുന്നു. അതുവഴി നമ്മുടെ വേസ്റ്റ് വാട്ടറിനെ കടത്തി വിടുന്നു. അപ്പോൾ കോഴ്സറായിട്ടുള്ള പാർട്ടിക്കിൾസിനെയൊക്കെ നമുക്ക് അവിടെ വെച്ചിട്ട് കളക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ വാട്ടർ പിന്നെ ഈ ഗ്രൈൻഡിങ് ഓഫ് കോഴ്സ് സോളിഡ്സ് ചെയ്യുന്നതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ ഫ്ലോ ഇക്വലൈസേഷൻ, അടുത്തൊരു ഇതാണ് ഫ്ലോ ഇക്വലൈസേഷൻ എന്ന് പറയുന്നത്. ഇക്വലൈസേഷൻ ഓഫ് ഫ്ലോ ആൻഡ് മാസ് ലോഡിങ് ഓഫ് BOD സസ്പെൻഡഡ് സോളിഡ്സ്. അതായത് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വേസ്റ്റ് വാട്ടറിൻ്റെ ഫ്ലോനെ നമ്മൾ എപ്പോഴും ഇക്വലൈസ് ചെയ്യണം. അതായത് ഇതിന് ഇത്ര വെലോസിറ്റിയിലേ പോകാൻ പാടുള്ളൂ. അങ്ങനെ ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ കുറച്ച് നേരം ഈ വാട്ടർ നിൽക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതായത് നമുക്കിപ്പം വാട്ടറിലെ പാർട്ടിക്കിൾ സെറ്റ് ചെയ്യേണ്ടി വരും. സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഹൈ സ്പീഡിൽ വെള്ളം ഒഴുക്കി വിട്ടിട്ട് കാര്യമല്ല. നമ്മൾ എന്ത് ചെയ്യും, കുറഞ്ഞ ലോ വെലോസിറ്റിയിൽ മെല്ലെ വാട്ടറിനെ ഒഴുക്കി വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പാർട്ടിക്കിളൊക്കെ സെറ്റിലായി വരികയാണ് ചെയ്യുക. അതാണ് ഫ്ലോ ഇക്വലൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ മിക്സിംഗ് ഓഫ് കെമിക്കൽസ് ആൻഡ് ഗ്യാസസ് വിത്ത് വേസ്റ്റ് വാട്ടർ ആൻഡ് മെയിൻറ്റെയിൻ സോളിഡ്സ് ഇൻ സസ്പെൻഷൻ. ദെൻ മിക്സ് ചെയ്യണം, നമ്മൾ കെമിക്കൽസൊക്കെ മിക്സ് ചെയ്യാം. ദെൻ ഫ്ലോക്കുലേഷൻ എന്ന് പറഞ്ഞാൽ പ്രൊമോഷൻ ഓഫ് അഗ്രിഗേഷൻ ഓഫ് സ്മോളർ പാർട്ടിക്കിൾ ഇൻ ടു ലാർജർ വൺസ്. ഫ്ലോക്കുലേഷൻ, നമ്മൾ കെമിക്കൽസ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫ്ലോക്ക് ആവും. ഫ്ലോക്ക് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് കൂടി ചേർന്നിട്ട് വലിയ വലിയ പാർട്ടിക്കിൾസ് ആക്കും. ആ ഫ്ലോക്കുലേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ സെഡിമെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൂവൽ ഓഫ് സെറ്റിലബിൾ സോളിഡ്സ് ആൻഡ് തിക്കനിങ് ഓഫ് സ്ലഡ്ജ്. അതായത് നമ്മൾ സെറ്റിൽ ചെയ്തിട്ടുണ്ടാകും കുറേ പാർട്ടിക്കിൾസ്, അതിനെയൊക്കെ റിമൂവ് ചെയ്യാണ് സെഡിമെൻറ്റേഷനിലൂടെ ചെയ്യുന്നത്. ദെൻ ഫ്ലോട്ടേഷൻ എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് ഫൈനലി ഡിവൈഡ് സസ്പെൻഡഡ് സോളിഡ്സ് ആൻഡ് പാർട്ടിക്കിൾസ് ഓൾസോ തിക്കൻസ് ബയോളജിക്കൽ സ്ലഡ്ജ്. ഇവിടെ ചെയ്യുന്നത്, നമ്മുടെ അതായത് നമ്മൾ സെഡിമെൻറ്റേഷൻ വഴി കുറച്ച് വേസ്റ്റിന് പുറത്തെടുത്തു. അതുകൂടാതെ പിന്നെയും ഫൈനായിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ടാവും. അത് ഫ്ലോട്ടേഷൻ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കളയുന്നത്. ഫ്ലോട്ടേഷൻ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽഡായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് ഫൈൻ റെസിഡ്യുവൽ സസ്പെൻഡഡ് സോളിഡ് റിമൈനിങ് ആഫ്റ്റർ ബയോളജിക്കൽ ഓർ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്. അതാണ് ഫിൽട്രേഷൻ ചെയ്യുന്നത്. ദെൻ മൈക്രോ സ്ക്രീനിങ്ങിൻ്റെ സെയിം ആസ് ഫിൽട്രേഷൻ, ഓൾസോ റിമൂവൽ ഓഫ് ആൽഗെ ഫ്രം ദ സ്റ്റെബിലൈസേഷൻ പോണ്ട് എഫ്ലുവൻസ്. ഇതാണ് ഫിസിക്കൽ യൂണിറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് സ്പെസിഫൈ ചെയ്തിട്ട് നമുക്ക് പഠിക്കാനുള്ളത് സ്ക്രീനിങ്ങും സെഡിമെൻറ്റേഷനും ഫ്ലോ ഇക്വലൈസേഷനും ഫ്ലോട്ടേഷനുമാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യം തന്നെ സ്ക്രീനിങ് ആണ്. സ്ക്രീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫസ്റ്റ് യൂണിറ്റ് ഓപ്പറേഷൻ ഇൻ ദ ഓൾ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്. സ്ക്രീൻ ഇസ് ഡിവൈസ് യൂസ്ഡ് ടു റീറ്റെയിൻ സോളിഡ് ഫൗണ്ട് ഇൻ ദ എഫ്ലുവൻസ് വേസ്റ്റ് വാട്ടർ ടു ദ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്. സോ നമുക്ക് എന്താണ് ദ മെയിൻ പർപ്പസ് ഓഫ് സ്ക്രീനിങ് ഇസ് ടു റിമൂവ് സോളിഡ് മെറ്റീരിയൽ ദാറ്റ് കുഡ് കോസ് ഡാമേജ് ടു അതർ പ്രോസസ് എക്യുപ്മെൻറ്റ്സ്. ദെൻ കോസ് റിഡക്ഷൻ ഇൻ എഫിഷ്യൻസി ഓഫ് വോൾ സിസ്റ്റം ആൻഡ് കണ്ടാമിനേറ്റ് വാട്ടർവേസ്. ഇതാണ് മെയിൻ എയിം എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മളൊരു സ്ക്രീനിൻ്റെ എക്സാമ്പിൾ. നമ്മൾ ഇവിടുന്ന് വെള്ളം കടത്തി വിടുകയാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും ഫ്രണ്ടിലാണ് സ്ക്രീൻ വെക്കുന്നുണ്ടാവുക. നമുക്ക് കുറച്ച് ടൈപ്സ് ഓഫ് സ്ക്രീൻസിനെ കാണാം. അതായത് സ്ക്രീൻസ് കോഴ്സ് സ്ക്രീൻ ഉണ്ട്, ഫൈൻ സ്ക്രീൻ ഉണ്ട്, മൈക്രോ സ്ക്രീൻസ് ഉണ്ട്. അതായത് അതിൻ്റെ ഓപ്പണിങ്സ് ഉണ്ട്. ഇപ്പം നമ്മളൊരു നെറ്റ് എടുത്തിട്ട് നമ്മൾ അരിച്ചെടുക്കില്ലേ, അതുപോലെ തന്നെയാണ് സംഭവം. അപ്പം ആ നെറ്റിൻ്റെ ഒരു ഹോള് എത്ര വലുപ്പമുണ്ടോ അതിനനുസരിച്ചാണ് നമ്മളിവിടെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. കോഴ്സ് സ്ക്രീന്,
ഫൈൻ സ്ക്രീൻ. കോസ് എന്ന് പറഞ്ഞാൽ വലുതായിരിക്കും, ഫൈൻ എന്ന് പറഞ്ഞാൽ അതിനേക്കാളും കുറച്ച് ചെറുതായിരിക്കും. മൈക്രോ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സ്ക്രീൻ ആയിരിക്കും. അതിൽ കോസ് സ്ക്രീൻ എന്ന് പറയുന്നത് ഇതാണ്, ബാർ സ്ക്രീൻ എന്നും പറയും. ഇത് കോസ് സ്ക്രീൻ ഹാവ് എ ക്ലിയർ ഓപ്പണിംഗ് റേഞ്ചിങ് ഫ്രം 6 to 150 mm. 6 mm to 150 mm ആയിരിക്കും. ഇതുവഴിയാണ് വാട്ടർ കടത്തി വിടുന്നത്. Then parallel bars, rods or wires ആണ്. Wire mesh or perforated plates are opening generally circular or rectangular shape. So it is also called a bar rack and used to remove coarse solids such as racks, large objects may clog or cause damage to other apparatus. അപ്പം ഇതിൻ്റെ ഓപ്പണിങ്ങിൻ്റെ ഇതിന് നമ്മൾ ബാർ സ്ക്രീൻസ് എന്നും പറയും. ഇതിനടുത്ത് ഫൈൻ സ്ക്രീനാണ്. ഫൈൻ സ്ക്രീനിൻ്റെ ഹോളിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് ലെസ് ദാൻ 6 mm ആണ് വരുന്നത്. ആൻഡ് ദേ കൺസിസ്റ്റ് ഓഫ് പെർഫറേറ്റഡ് പ്ലേറ്റ്സ്, വയർ, ക്ലോത്ത്, വെഡ്ജ്, വയർ എലമെൻറ്റ് ദാറ്റ് ഹാവ് സ്മോളർ ഓപ്പണിംഗ്. ഇതാണ് പെർഫറേറ്റഡ് പ്ലേറ്റ്സ്. കുറേ ഓട്ടമുള്ള പ്ലേറ്റ്സൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടാവുന്നത്. ദെൻ മൈക്രോ സ്ക്രീൻസ് എന്ന് പറയുന്നത് എന്താണ്, വളരെ ചെറിയ ഓപ്പണിംഗ് ആയിരിക്കും. ദേ ഹാവ് റൊട്ടേറ്റിംഗ് ഡ്രം സ്ക്രീൻസ് വിച്ച് ഹാവ് എ വാരിയബിൾ ലോ സ്പീഡ് ആൻഡ് വിച്ച് കോൺസ്റ്റൻ്റ്ലി ബാക്ക് മോസ്റ്റ് ആൻഡ് ഓപ്പറേറ്റിംഗ് ഇൻ ഗ്രാവിറ്റി ഫ്ലോ കണ്ടീഷൻസ്. ഇതൊരു റൊട്ടേറ്റിംഗ് ഡ്രം ആയിട്ടാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ ഓപ്പണിങ്സ് എന്ന് പറയുന്നത് 10 to 35 മൈക്രോമീറ്ററാണ്, മൈക്രോമീറ്റേഴ്സാണ് വരുന്നത്. ഇനി സെഡിമെൻറ്റേഷൻ നമ്മൾ പറഞ്ഞു. എന്താണ് സെഡിമെൻറ്റേഷൻ? Sedimentation is one of the method that municipalities use to treating water, and it is a physical treatment, and gravity is used to remove suspended solid from the water. And അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെഡിമെൻറ്റേഷൻ എന്തിനാണ് സെഡിമെൻറ്റേഷൻ യൂസ് ചെയ്യുന്നത്? ആൻഡ് നമ്മുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സെഡിമെൻറ്റേഷൻ്റെ that minimize the need of coagulation and flocculation. കോയാഗുലേഷൻ്റെയും ഫ്ലോക്കുലേഷൻ്റെയും, അതായത് നമ്മൾ എല്ലാ പാർട്ടിക്കിൾസിനെയും സെഡിമെൻറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒരു കൊയാഗുലേഷൻ, അതായത് നമ്മൾ വേറൊരു കെമിക്കൽ ആഡ് ചെയ്ത് അത് വേസ്റ്റിനെ റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം അതാണ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ദെൻ ടൈപ്സ് ഓഫ് സെഡിമെൻറ്റേഷൻ ടാങ്ക്സ് ആണ് പറയുന്നത്. അത് നമ്മൾ സ്ട്രക്ചറിനനുസരിച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഹൊറിസോണ്ടൽ ഫ്ലോ ടാങ്ക്. നമ്മൾ ഈ ഹൊറിസോണ്ടൽ ഫ്ലോ, അതായത് വലിയൊരു ടാങ്ക് ആയിരിക്കും. അതിലൂടെ നമ്മൾ നമ്മുടെ വാട്ടറിനെ കടത്തിവിടുകയാണ് ചെയ്യുന്നത് ലോ വെലോസിറ്റിയിൽ. അപ്പോൾ നമ്മൾ സെറ്റിൽ ആവാനുള്ള സോളിഡൊക്കെ സെറ്റിൽ ചെയ്യും. ദെൻ മൾട്ടി ലെയർ ടാങ്ക് ഉണ്ട്. മൾട്ടി ലെയർ ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഡിഫറെൻറ്റ് ലെയേഴ്സാണ് ഉണ്ടാകുന്നത്. അതുവഴി നമ്മൾ എന്താണ്, വാട്ടർ കടത്തിവിടുന്നു, വേസ്റ്റ് വാട്ടർ കടത്തിവിടുന്നു. അപ്പോൾ അതിൽ ഓരോ ലെയറിലും എന്ത് ചെയ്യും, നമ്മുടെ സെറ്റിലബിളായിട്ടുള്ള പാർട്ടിക്കിൾസൊക്കെ അടിഞ്ഞുകൂടും. ദെൻ റേഡിയൽ ഫ്ലോ ടാങ്ക്, റേഡിയലി ആയിരിക്കും ഇതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. ദെൻ സെറ്റിലിംഗ് ടാങ്ക്. ഇതാണ് ടൈപ്സ് ഓഫ് സെറ്റിലിംഗ് ടാങ്ക് എന്ന് പറയുന്നത്. ദെൻ ഫ്ലോ ഇക്വലൈസേഷൻ നമ്മളിപ്പോൾ കുറേ പ്രാവശ്യം പറഞ്ഞു എന്താണെന്ന്. ഇക്വലൈസ് ചെയ്യണം. ഫ്ലോ ഇക്വലൈസേഷൻ ഇസ് എ പ്രോസസ് ഓഫ് കൺട്രോളിങ് hydraulic velocity or flow rate through a wastewater treatment system. And equalization of flow prevents short-term high volume of incoming flow called surges. അതായത് നമ്മൾ ആ ഹൈ വോളിയം, അതിന് സർജ് എന്നാണ് പറയുന്നത്, അതിനെന്താണ് കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫ്രം ഫോഴ്സിങ് സോളിഡ് ആൻഡ് ഓർഗാനിക് മെറ്റീരിയൽ ഔട്ട് ഓഫ് ദ ട്രീറ്റ്മെൻറ്റ് പ്രോസസ്. ആൻഡ് flow equalization also control the flow through each stage of treatment system and allowing adequate time for physical, biological and chemical process to take place. ഓരോ പ്രോസസ്സിനും നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം കൊടുക്കണം. ഈ ഫ്ലോ വരുന്നത്, ഫ്ലോൻ്റെ ആ സ്പീഡ് അതിന് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഫ്ലോട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫ്ലോട്ടേഷൻ ഇസ് ദ പ്രോസസ് ദാറ്റ് അപ്ലൈഡ് ഇൻ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് use method of air injection in such a way that small air bubbles should be formed. നമ്മൾ എയർ ഇൻജെക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ എന്താണ്, this is necessary due to small size, low density and usually hydrophilic properties of solid to remove. അതായത് ലോ ഡെൻസിറ്റി ആയിട്ടുള്ള സ്മോൾ സൈസ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യാനാണ് എന്ത് ഫ്ലോട്ടേഷൻ യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് ഈ വോൾ മൊഡ്യൂൾ എന്ന് പറയുന്നത്.
സോ ഇതിൽ ഓരോ പ്രോസസ്സുകളും ഈ ടോപ്പിക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ എല്ലാ ടോപ്പിക്സും അറിഞ്ഞിരിക്കും.